നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമകളെക്കുറിച്ചാണ്. മലയാളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ 100 കോടി ക്ലബിലേക്ക് വന്നത് 2016 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം നിരവധി സിനിമകൾ മോളിവുഡിൽ നിന്ന് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 2016 മലയാളത്തിൽ നിന്നൊരു സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയത്. അത് പുലിമുരുകനായിരുന്നു. മോഹൻലാലായിരുന്നു നായകൻ. വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ ആഗോള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 145 കോടിയോളം രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയ ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി, ആഗോള മാർക്കറ്റിലും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഈ ഒരു സിനിമ മലയാളത്തിന് ഒരുപാട് അഭിമാന നേട്ടങ്ങൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മോളിവുഡിൻ്റെ മാർക്കറ്റ് എത്രത്തോളം എക്സ്പാൻഡ് ആണെന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ചൊരു സിനിമ കൂടിയായിരുന്നു പുലിമുരുകൻ. 2016 പുലിമുരുകന് ശേഷം പിന്നീട് ഒരു മലയാള സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയത് 2019 അതും മോഹൻലാലിൻ്റെ തന്നെ ആയിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ ആയിരുന്നു അത്. ലൂസിഫർ 2019 മാർച്ചിലാണ് റിലീസായത്. ആഗോള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 128 കോടിയോളം രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ പുലിമുരുകൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ലൂസിഫറിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ലൂസിഫർ ഓവർസീസ് മാർക്കറ്റിൽ മോളിവുഡിന് ചരിത്രം നേടിത്തന്നൊരു സിനിമയായിരുന്നു. ഓവർസീസ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ ലൂസിഫർ സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല വീക്കെൻഡ് കളക്ഷനിലൊക്കെ ലൂസിഫർ റെക്കോർഡ് നേട്ടം കൊയ്യുകയും ചെയ്തിരുന്നു. 2019 ലൂസിഫറിന് ശേഷം പിന്നെ ഒരു മലയാള സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയത് ഏതാണ്ട് 4 വർഷങ്ങൾ കഴിഞ്ഞാണ്. കോവിഡിൻ്റെ ഒരു പ്രോബ്ലം അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. 2023 ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ 2018 എന്ന് പറയുന്ന സിനിമയാണ് പിന്നീട് 100 കോടി ക്ലബിലേക്ക് എത്തിയത്. 2018 100 കോടി ക്ലബിൽ എത്തിയെന്ന് മാത്രമല്ല, പുലിമുരുകൻ്റെ സർവ്വകാല റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ചൊരു സിനിമ കൂടിയായിരുന്നു. ആഗോള മാർക്കറ്റിൽ ഏതാണ്ട് 175 കോടിയോളം രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച 4ാമത്തെ മലയാള സിനിമ സംഭവിക്കുന്നത് 2024 2024 നെസ്ലനെ നായകനാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത പ്രേമലു ആണ് 100 കോടി ക്ലബിലെത്തിയ 4ാമത്തെ സിനിമ. പ്രേമലു കേരളത്തിൽ വലിയ ഹിറ്റായി എന്ന് മാത്രമല്ല, തെലുഗുവിലും വലിയ ഹിറ്റായിരുന്നു. ആഗോള മാർക്കറ്റിൽ ഏതാണ്ട് 135 കോടിയോളം രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു പ്രേമലു. യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായി മാറിയതുകൊണ്ടാണ് സിനിമ ഇത്രയും കളക്ഷൻ എടുത്തത്. ഏതാണ്ട് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5ാമത്തെ സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു റിലീസായി 2 ആഴ്ചകൾക്ക് ശേഷം റിലീസായ സിനിമയായിരുന്നു. 2024 ഫെബ്രുവരി 22 റിലീസായ ഈ സിനിമ മലയാള സിനിമയിലെ വലിയ കളക്ഷൻ നേടുന്ന സിനിമയായി. ഏതാണ്ട് ആഗോള മാർക്കറ്റിൽ നിന്ന് 241 കോടിയോളം രൂപ നേടി. അതായത് 2018 കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഇതിൻ്റെ പ്രധാന കാരണം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ മഞ്ഞുമ്മൽ ബോയ്സ് നേടിയ കളക്ഷനായിരുന്നു. അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഈ സിനിമ വലിയ ഹിറ്റായിരുന്നു. അതുപോലൊപ്പം തന്നെ തെലുഗു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സൗത്ത് ഇന്ത്യയിൽ വലിയ ട്രെൻഡായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സ് 2018 റെക്കോർഡ് വളരെ ഈസിയായി ബ്രേക്ക് ചെയ്യുകയായിരുന്നു. അടുത്തതായി 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത് പൃഥ്വിരാജ് നായകനായ ആടുജീവിതമാണ്. ബ്ലെസ്സി ആയിരുന്നു സംവിധാനം. ആടുജീവിതം 2024 മാർച്ചിലാണ് റിലീസായത്. ഗൾഫ് മാർക്കറ്റിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു പ്രശ്നമായിരുന്നു. എങ്കിലും സിനിമയ്ക്ക് വളരെ ഗംഭീരമായുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഗംഭീര പ്രകടനവും. പൃഥ്വിരാജ് ഈ സിനിമയിലെ പ്രകടനത്തിന് സംസ്ഥാന അവാർഡ് നേടി. ആടുജീവിതം ഏതാണ്ട് 150 കോടി രൂപയ്ക്ക് മുകളിൽ ആഗോള മാർക്കറ്റിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു. 100 കോടി ക്ലബിലെത്തിയ 7ാമത്തെ മലയാള സിനിമ ആവേശമായിരുന്നു. ആവേശം 2024 ഏപ്രിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ആവേശം യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ട്രെൻഡായി. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വലിയ ട്രെൻഡായിരുന്നു. പ്രത്യേകിച്ചും ഇതിലെ പാട്ടുകളും ഫാസ്റ്റ് ഫാസിലിൻ്റെ ഔട്ട്ഫിറ്റും പെർഫോമൻസും ഒക്കെ വലിയ രീതിയിൽ ട്രെൻഡായി. ആവേശം ഏതാണ്ട് 150 കോടി രൂപയ്ക്ക് മുകളിൽ ആഗോള മാർക്കറ്റിൽ നിന്ന് നേടി. OTT റിലീസ് വളരെ നേരത്തെ ആയതുകൊണ്ട് ആവേശത്തിൻ്റെ കളക്ഷൻ ഒരു പരിധിവരെ ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആവേശത്തിന് ശേഷം 100 കോടി ക്ലബിലേക്ക് എത്തിയത് ARM ആണ്. ടോവിനോ നായകനായ സിനിമ. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ടായ ഒരു സിനിമയാണ് ARM. 3 വേഷത്തിൽ ടോവിനോ സ്ക്രീനിലെത്തിയ സിനിമ. 2024 ഓണക്കാലത്തായിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയത്. ടോവിനോയുടെ ഗംഭീര പ്രകടനത്തോടൊപ്പം തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ജിതിൻ ലാൽ എന്ന് പറയുന്ന സംവിധായകൻ ഒരുക്കിയത്. ഈ സിനിമ ആഗോള മാർക്കറ്റിൽ ഏതാണ്ട് 106 കോടിയോളം രൂപ കളക്ട് ചെയ്തു. 9ാമതായി 100 കോടി ക്ലബിലെത്തിയ മോളിവുഡ് സിനിമ മാർക്കോ ആയിരുന്നു. മാർക്കോ 2024 ഡിസംബറിലാണ് റിലീസായത്. മാർക്കോ വയലൻസിൻ്റെയൊക്കെ പേരിൽ വല്ലാതെ വിമർശനങ്ങൾ കേട്ടൊരു സിനിമയാണ്. പക്ഷേ മാർക്കോ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലൊക്കെ വലിയ ട്രെൻഡായി. പ്രത്യേകിച്ച് നോർത്തിൽ വലിയ ട്രെൻഡായിരുന്നു. ആ ഒരു കളക്ഷനാണ് മാർക്കോയെ 100 കോടി ക്ലബിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ നായകനായ ഈ ഒരു സിനിമ വലിയ രീതിയിൽ നോർത്തിലൊക്കെ ക്ലിക്കായിരുന്നു. ആഗോള മാർക്കറ്റിൽ ഏതാണ്ട് 100 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്തു. 10ാമതായി 100 കോടി ക്ലബിലെത്തിയ
മലയാള സിനിമ മോഹൻലാലിൻ്റെ എമ്പുരാനായിരുന്നു. മോഹൻലാലിൻ്റെ 4ാമത്തെ 100 കോടി സിനിമയായിരുന്നു. എമ്പുരാൻ വലിയ ഹൈപ്പിൽ റിലീസായി ഇനീഷ്യൽ റെക്കോർഡുകളെല്ലാം തീർത്തൊരു സിനിമയായിരുന്നു. സിനിമയ്ക്ക് പക്ഷേ മിക്സഡ് റിപ്പോർട്ടായിരുന്നു. എങ്കിലും എമ്പുരാൻ ആഗോളതലത്തിൽ 250 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കയറുന്ന മലയാള സിനിമയായി മാറി. മഞ്ഞുമൽ ബോയ്സിന്റെ സർവ്വകാല റെക്കോർഡ് തിരുത്തിയ സിനിമ കൂടിയായിരുന്നു എമ്പുരാൻ. നിലവിൽ എമ്പുരാനാണ് ആഗോള മാർക്കറ്റിൽ മോളിവുഡിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത്. കേരള മാർക്കറ്റിൽ 85 കോടി രൂപയോളം ഈ സിനിമ സ്വന്തമാക്കി. പൃഥ്വിരാജായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. എമ്പുരാന് ശേഷം 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ആഗോള മാർക്കറ്റിൽ കളക്ട് ചെയ്ത മലയാള സിനിമ തുടരുമായിരുന്നു. എമ്പുരാൻ 200 കോടി ക്ലബിലേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ തുടരും 200 കോടി ക്ലബിലേക്ക് എത്തിയ മലയാള സിനിമയായി. അങ്ങനെ തുടർച്ചയായി 2 സിനിമകൾ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ മോഹൻലാൽ 200 കോടി ക്ലബിലേക്ക് കയറ്റി. ഇപ്പോൾ മോഹൻലാൽ മാത്രം കഴിഞ്ഞിട്ടുള്ളൊരു നേട്ടമായിരുന്നു അത്. ആഗോള മാർക്കറ്റിൽ ഏതാണ്ട് 235 കോടി രൂപയോളം ഈ സിനിമ സ്വന്തമാക്കി. തരുൺ മൂർത്തി ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ചെറിയ ഹൈപ്പിൽ റിലീസായ സിനിമ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. വലിയ ട്രെൻഡായി തന്നെ മാറിയ ഒരു സിനിമയായിരുന്നു തുടരും. ഏറ്റവും അവസാനമായി 100 കോടി ക്ലബിലെത്തിയ മലയാള സിനിമ ലോകയാണ്. ലോക തിയേറ്ററിൽ നിറഞ്ഞ് കളിക്കുകയാണിപ്പോൾ. ലോക ഏതാണ്ട് സർവ്വകാല റെക്കോർഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആഗോള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 200 കോടി രൂപയ്ക്ക് മുകളിൽ നേടിയൊരു സിനിമയാണ് ലോക. അപ്പോൾ എന്തായാലും ലോകയാണ് 12ാമതായി 100 കോടി ക്ലബിലെത്തിയ മലയാള സിനിമ. ഏതാണ്ട് 12 സിനിമകളാണ് ഇന്ന് വരേക്കും 100 കോടി ക്ലബിൽ എത്തിയത് മലയാളത്തിൽ നിന്ന്. എന്തായാലും ഇനി ഏറെ സിനിമകൾ മലയാളത്തിൽ നിന്ന് 100 കോടി ക്ലബിലേക്ക് എത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി കാത്തിരിക്കാം.